ഈ റൂം ഫുള്ള് ക്ലീൻ ആക്കാൻ പോവാം. എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടവർ കാണുമായിരിക്കും, കണ്ടിട്ടില്ലാത്തവരും കാണുമായിരിക്കും. ആ ബർത്ത്ഡേ കാരണം എൻ്റെ റൂം ഫുള്ള് കുളമായിട്ടിരിക്കുകയാണ്. എൻ്റെ റൂം തലകുത്തി വെച്ചേക്കുമെന്ന് തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഈ റൂം എനിക്ക് കിട്ടിയിട്ട് ഇതുവരെ ആയിട്ടും ഞാൻ എല്ലാ ദിവസവും നല്ല ക്ലീൻ ആക്കി വെക്കുന്ന റൂം ഇതുവരെയായിട്ട് ഞാൻ കാണാത്തൊരു കാര്യമാണ്. ഇത്രയും വൃത്തിയിട്ട രൂപത്തിൽ എൻ്റെ റൂം ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കുന്നില്ല. എല്ലാ സൈഡും ഞാൻ കുളമാക്കി, എൻ്റെ എല്ലാം കൂടെ കുളമാക്കി വെച്ചേക്കുന്നത്, അതുപോലെ കുളമാക്കി വെച്ചേക്കുക. ഇത് ഫുൾ ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ട് ഒരാഴ്ചയായി ആ ബർത്ത്ഡേ റോളത്തിൽ എല്ലാ വാരി വലിച്ചിട്ട് വെച്ചേക്കുക. ഇതെല്ലാം ക്ലീനാക്കി എല്ലാം കഴുകാനും കൊണ്ടുവരണം. ഫുൾ കുറേ പരിപാടിയാണ്, അത് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇതാണ് എൻ്റെ റൂമിൻ്റെ കോലം. മൊത്തത്തിൽ അലമ്പായിട്ടിരിക്കുന്നൊരവസ്ഥ. ഈ ടേബിളൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ അലമ്പാക്കി വെച്ചേക്കുന്നത്. അത്രയ്ക്കും ഞാൻ എൻ്റെ റൂം ഫുള്ള് അലമ്പാക്കി വെച്ചേക്കാണ്. ബെഡിൻ്റെ കോല വരെ കണ്ടാൽ മനസ്സിലാവും. ഇത് ഫുള്ള് നമുക്ക് അറേഞ്ച് ചെയ്യണം. ഇത് ഫുൾ ക്ലീൻ ആക്കുക മാത്രമല്ല, ഇത് ഫുൾ എനിക്ക് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. പല കാര്യങ്ങളും മാറ്റി വെക്കാൻ പോവാണ്. ഫുൾ ക്ലീൻ ആക്കി വെക്കാൻ പോകും. ഫുൾ ക്ലീൻ ആക്കണം എല്ലാം. ആ ഷെൽഫ്, അലമാരി എല്ലാം ക്ലീൻ ആക്കാനുണ്ട്. ഇതിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു അസുഖമുണ്ട്. ഇപ്പം ഒരു രീതിയിൽ കണ്ടുകഴിയും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വേറെ രീതിയിലാക്കി വെക്കണം, ഒരു വേറെ സ്റ്റൈലിൽ. അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഒരേ സ്റ്റൈലിൽ തന്നെ റൂം ഇങ്ങനെ കാണുന്നത് എനിക്ക് പിടിക്കില്ല, സത്യമായിട്ട് എനിക്ക് പിടിക്കില്ല. അതുകൊണ്ട് ഇത്രയും നാളെ ഞാൻ ഇങ്ങനെയായിരുന്നു റൂം വെച്ചുകൊണ്ടിരുന്നത്. ഇതൊന്ന് തലകുത്തനെ വെച്ച് വെക്കാം. അപ്പം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലീൻ ചെയ്യുമ്പോൾ ഫുള്ള് ആ ഒരു സ്ട്രെസ്, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അത്ര മെസ്സായി കിടക്കുന്നതിൻ്റെ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാതെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ടിട്ടുകൊണ്ട് ചെയ്താൽ അതെനിക്ക് കിട്ടാതിരിക്കത്തുള്ളൂ. സോ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ടാണ്. അയ്യോ, ഇതെങ്ങനെ ക്ലീൻ ആക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ റൂം ഇത്രയും നാളെ എങ്ങനെ ഒരു ക്ലീൻ ചെയ്തിട്ടില്ല. ഇത് ഫുൾ എന്തായാലും ഫുള്ള് മൊത്തത്തിൽ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യാം, ഇല്ലെങ്കിൽ പറ്റൂല. ഇതെല്ലാം കൂടെ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഇതെല്ലാം കൂടെ എങ്ങനെ ക്ലീൻ ചെയ്യും എനിക്കറിയില്ല. അയ്യോ, ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം, എന്നിട്ടും അത് വലിയ കാര്യങ്ങൾ ചെയ്യില്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒത്തിക്കോളം ആകാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ ഇത് ഈ മിററിൽ അന്ന് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു വെച്ചത്, എസ്തെറ്റിക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മിററിൽ വരച്ച് വെച്ചതാണ്. ഇതിനെ തുടച്ചോളാം. പിന്നെ ഈ ഒരു പോർഷൻ, ഇത് എൻ്റെ മേക്കപ്പ്, അങ്ങനല്ല, എൻ്റെ ജ്വല്ലറീസ്, മേക്കപ്പ് എല്ലാ സാധനങ്ങളും ഇതിനകത്താണ് കൂടുതലും വെക്കുന്നത്. അയ്യോ, ഇതിനകത്താണ് വെക്കുന്നത്. ഇത് ഫുള്ള് കുളമായിട്ടിരിക്കുകയാണ്. ഇതും കൂടെ സെറ്റ് ചെയ്യാം. പോകുന്നില്ല അങ്ങനെ നെയിൽ പോളിഷ്, ഇത് പോകുന്നില്ല. കുറെ കഷ്ടപ്പെടണം, നല്ല ഉരച്ചിട്ട് പോകുന്നില്ല. നമ്മൾ നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഫുള്ള് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇനിയിപ്പം ഈ ബെഡ് ക്ലീൻ ചെയ്യാം. ഇപ്പം ഇത് ഫുള്ള് ഞാൻ കഴുകാൻ കൊണ്ടുപോകാൻ പോവാണ്. എല്ലാം ഫുള്ള് കഴുകാൻ കൊണ്ടുപോകാം. ഫുള്ള് നമുക്ക് ക്ലീൻ ആക്കാം. ഓക്കെ, ഇനി ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുള്ള ഈ ടേബിൾ ഇത് വൃത്തിയാക്കുക. ഫുൾ കളക്ഷൻ ചെയ്യാം. ഇത് കുറേ അലമാരിയിലാക്കി വെക്കാനുണ്ട്, കുറേ സാധനങ്ങൾ. ഇതെല്ലാം ഫുൾ റെഡിയാക്കാം. ഇതിലെനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ആണ്. ഇത് ഞാൻ പിന്നെ കാണിക്കാം നിങ്ങളെ. ഓക്കെ, ഇതൊന്ന് ക്ലീൻ ആക്കാം. എല്ലാത്തിൻ്റെയും എന്തെങ്കിലും കളക്ഷൻസ് ഉണ്ട്. ഇത് ബാക്കി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണ്ടത്തെ കോളേജിലെ ലാബിൻ്റെ കീ ആണിത്. എന്തിനു വേണ്ടിയാണ് ഞാനിത് കൊണ്ട് നടക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ചുമ്മാ ഓരോർമ്മ. ഇതിനകത്ത് എൻ്റെ ആവശ്യമുള്ള കുറേ സാധനങ്ങൾ, നൂല്, ലൈറ്റർ, എല്ലാം കുറേ സാധനങ്ങളുണ്ട്. ഇത് നമുക്ക് ഈ ടേബിളിൽ വെക്കാം, ഈ ഡ്രോയിൽ വെക്കാം. ഇത് ഓക്കെ ആയി. ഇനി നെക്സ്റ്റ് ഇവിടെയും കൂടെ സെറ്റ് ചെയ്യാം. എൻ്റെ ക്ലിപ്പ് കളക്ഷൻസ് കണ്ടോ? ഇവിടെ നിന്ന് ഓരോന്നും നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ട് മാറ്റി മാറ്റി വെക്കാൻ പോകണം. എന്നിട്ട് ഈ ടേബിൾ ഫുള്ള് ഞാൻ ഫുള്ളി ക്ലീൻ ആക്കാൻ പോകണം. ഇത് ഫുൾ എൻ്റെ ഷീറ്റ് മാസ്ക്, ടീത്ത് മാസ്ക്, അങ്ങനെ കുറേ സാധനങ്ങളാണിത്. ഇതെൻ്റെ കളക്ഷൻസാണ്. ഇതിടാനാണ് സമയമില്ലാത്തത്. ബുക്സ് എല്ലാം നമുക്ക് നോക്കാം. ഇറ്റ്സ് മിനിസോന്ന് മേടിച്ചത്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഈ സാധനങ്ങൾ വെക്കുന്നതാണ്. ഇതാണ് എൻ്റെ നൈഫ്. ഇത് ഒരു വേസ്റ്റ് പിന്നാണ്, കോൺസെറ്റാണ്. ഇത് ഫുൾ ക്ലീനാണ്. ഇത് ഫുള്ളായിട്ട് ക്ലീനാക്കാൻ എടുത്തുകൊണ്ട് പോവാണ് ഞാൻ. ഇത് അല്ലാതെ ക്ലീനാക്കി കഴുകി വെക്കണത്. പിന്നെ ഇത് ക്യാൻഡിൽസ്. ഇത് 2-3 എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എടുത്തൊന്ന് വെക്കാം. ബക്കറ്റ് എടുത്തതാണ്. എല്ലാം കൂടെ അങ്ങ് എടുക്കും. ഇതെന്ത് ഫ്ലവർ? ഇത് സ്ലിതറിൻ ബോട്ടിലാണ്. ഇതും മാറ്റാം. ഇതിപ്പോൾ ഫുള്ള് നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇത് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. മനസ്സിലല്ലോ, ഇതാണ് എൻ്റെ കലണ്ടർ. ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മെഴുകുതിരി വന്നിട്ടുണ്ട്. ഞാൻ അവിടെ എടുത്ത് കളയാം. നമ്മൾ ആ ടേബിൾ ഫുൾ ഇപ്പോൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ടിവിക്കകത്ത് എന്തെങ്കിലും പൊടിയൊക്കെ കാണുമായിരിക്കും. കുറേ നാളായി ക്ലീൻ ആക്കിയിട്ട്. പിന്നെ ആ മണ്ടയിലെ 2 ഷെൽഫ്സും ക്ലീൻ ആക്കാറുണ്ട്. ഈ ഫ്രെയിംസ് ഒന്ന് തുടച്ച് വെക്കാറുണ്ട്. ഇത് ഫുള്ള്. അപ്പം ഈ ടേബിള് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റാൻ പോവാണ്.
ഞാൻ അലമാരയുടെ മണ്ടേ ക്ലീൻ ആക്കാൻ പോവാണ്. എനിക്കിപ്പോ തന്നെ തുമ്മൽ വന്നു. ഇനി ഫാൻ തുടക്കാം. ഞാൻ അങ്ങോട്ട് മിററും ആക്കിയിട്ട് ഇങ്ങോട്ട് കട്ടിൽ വിടാനാണ് ഇപ്പം എൻ്റെ പ്ലാൻ, കറൻറ്റ് പ്ലാൻ. പക്ഷേ ഇത് കുളമാകുമെന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ എനിക്ക് അവിടെ ലൈറ്റ് ഉണ്ടോ എന്നൊരു ഡൗട്ട്. ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇതിൻ്റെ റൂമിൻ്റെ വെളിയിലെ ചെടികളാണ്. ഇതിൽ കുറേ നാൾക്ക് ശേഷം ഒരു പൂ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ റൂം ഫുള്ള് ക്ലീൻ ചെയ്തു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഏതാണെന്ന് വെച്ചാൽ മിറർ വെച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ വെക്കണോ വേണ്ടോ കുറേ വട്ടം ചിന്തിച്ചതാണ്, ഇവിടെ തന്നെ വെക്കണമെന്ന്. പക്ഷേ ഇതൊരു റൈറ്റ് പ്ലേസ് ആണെന്നാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ, ദൂരെ നിന്നുള്ള വ്യൂവും നല്ല രസമുണ്ടല്ലേ. അതിൻ്റെ കൂടെ ഈ ലൈറ്റ്സും. നമ്മൾ റൂം ഫുള്ള് ക്ലീൻ ആക്കി. ഇനി ഒരു റൂം സ്പ്രേയും കഴിക്കാം. ഈ ലൈറ്റിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ലൈറ്റിന് വെറും 99 രൂപയുള്ളൂ. നല്ല മണം. ഇപ്പോഴാണ് ഞാനൊന്ന് എനിക്ക് എൻ്റെ മൈൻഡ് ഓക്കെ ആയത്. ഇപ്പം എൻ്റെ റൂമിലാണ് എന്ത് രസം. ഇപ്പം എനിക്ക് സമാധാനമായി, തൃപ്തിയായി എന്ന് പറയാം. ഫുള്ള് ക്ലീനാക്കി വന്നപ്പോഴത്തേക്ക് ഒരു ടൈമായി. ഇപ്പം നല്ല മഴയും ഇടിയും ഒക്കെ. ഇത്രയും ഒതുക്കി ഫുൾ റെഡി ആക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ആ മിറർ വെച്ച പോർഷൻ. അതാണ് നല്ല രസമുണ്ട്. ഒരു എസ്തറ്റിക് പോലും ഉണ്ടല്ലേ. നല്ല ലൈറ്റ്സ്, ആ ചെടി, ആ മിറർ, ആ ഒരു കറക്റ്റ് സ്ഥലത്ത് തന്നെയായിരുന്നു വെക്കേണ്ടത്. ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്നു. ഞാൻ വെച്ചു നല്ലതായിരുന്നു. ഓക്കെ, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാറൊന്നുമില്ല. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു ഇനിയും ചെയ്യണം, വീഡിയോസ് ഇടണം എന്നെനിക്ക് തോന്നത്തുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഞാൻ ഇതുപോലത്തെയൊക്കെ വീഡിയോസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. അതൊന്നും ചെയ്യുന്നതായിരിക്കും.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.